ഇങ്ങനെ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. അതിൻ്റെ മുകളിൽ എന്തിനാണ് ഈ ചതയ്ക്കുന്ന കല്ലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ വെണ്ടയ്ക്കയെല്ലാം പൊങ്ങിക്കിടക്കും. അപ്പോൾ എല്ലാ വെണ്ടയ്ക്കയിലെയും വിഷാംശമൊന്നും പോകത്തില്ല. അപ്പോൾ ഇതുപോലൊരു കല്ല് വെക്കുവാണെങ്കിൽ എല്ലാ വെണ്ടയ്ക്കായും താഴോട്ട് അമങ്ങിയിരുന്നോളുകയും ചെയ്യും, ഉപ്പ് വെള്ളത്തിൽ കിടന്നോളും. അന്നേരം അതിലെ കുറച്ച് വിഷാംശം പോയി കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. നമുക്ക് ആ വെണ്ടയ്ക്ക ഒന്നുകൂടെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫേസ് കാണാൻ പറ്റിയല്ലോ. ഞാൻ വളരെ കുറച്ച് വെണ്ടയ്ക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ 3 പേരേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മതി. ഇതിപ്പോൾ വെണ്ടയ്ക്കയുടെ അറ്റവും വാലുമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഒരു ഈ വലിപ്പത്തിൽ കട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുക. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുകയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരടി കറിയാണ്. ഞാനിത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും തേങ്ങയൊക്കെ തീരുമാനിച്ചിട്ട് മടിയുള്ള കൂട്ടത്തിലാണ്. തന്നെ എല്ലാവർക്കും സമയവും ഇല്ല, ജോലിക്കൊക്കെ പോകുന്നവരായതുകൊണ്ട് തീരെ സമയമില്ലാത്തത് കൊണ്ട് എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തേങ്ങ തിരുമ്മി എടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല. എഡിറ്റിങ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. വെണ്ടയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ പുഴു കാണും ചിലപ്പം. അതുകൊണ്ട് നമ്മൾ ഒരുപാടങ്ങ് നീളത്തിലിട്ട് കട്ട് ചെയ്താലും നമുക്ക് ആ പുഴു ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ സവോളയും 2 പച്ചമുളക് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്, മഴയായത് കാരണം കടുക് കഴുകി ഉണങ്ങിയതില്ല, അതുകൊണ്ട് ഞാൻ കടുക് ഇടുന്നില്ല. കടുക് സാധാരണ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് കഴുകി ഉണങ്ങി എടുക്കുകയാണ് പതിവ്. ഇപ്പം മഴയായത് കാരണം ഉണങ്ങിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് കടുക് ഇടുന്നില്ല. നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാതെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എനിക്ക് ഫോൺ വെക്കാനൊരു പറ്റിയ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ആ വീഡിയോ കിട്ടാത്തത്. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വേഗം കുക്കായി കിട്ടും. കുക്കായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കണം. നല്ലപോലെ ഫ്രൈ ആക്കിയാലേ ഇതിൻ്റെ ആ വഴുവഴുപ്പ് പോയി കിട്ടത്തുള്ളൂ.
ഞാനത് മൂടി വെച്ചു. ഇനി അവിടെ ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അത് കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അതിൻ്റെ വഴുവഴുപ്പ് മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്നുകൂടെ വാടി കിട്ടണം. വാടി കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഒരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഒരു കളറിന് വേണ്ടി ചേർത്തിരിക്കുന്നതാണ്. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാൻ. മിൽക്ക് പൗഡർ നമുക്ക് അപ്പോൾ ഉണ്ടാക്കി വെക്കാം. ചെറിയ ലൂക്ക് വാം വാട്ടറിലാണ് പൗഡർ കലക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി നമുക്ക് ഈ പൗഡർ കലക്കാനേ. അപ്പം നമുക്ക് ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്നൊന്ന് ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് തിളച്ച് പറ്റണം. ബാക്കി വന്ന പാലാണ് ഒഴിച്ചത്. ഇവിടെ കിടന്ന് തിളച്ചൊന്ന് പറ്റണം. ഫൈനൽ ഡെക്കറേഷൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കറിയൊക്കെ നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഗരം മസാല ഇടാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അടിപൊളി വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട ഉണ്ടാക്കാൻ. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.